പാകിസ്ഥാനിലുള്ള മുരിദ്കയിലെ ഭീകര സംഘടനയുടെ നാഡീകേന്ദ്രത്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ കനത്ത പ്രഹരമേൽപ്പിച്ചതെന്ന് ലഷ്കർ എ ത്വയ്ബയുടെ കമാൻഡർ ഹാഫിസ് അബ്ദുൾ റൌഫ് വെളിപ്പെടുത്തി. മർക്കസി ത്വയ്ബയിലെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം 2025 മെയ് 6-7 തീയതികളിൽ തകർന്നെന്നും അബ്ദുൾ റൌഫ് ഒരു പൊതുപരിപാടിയിൽ സമ്മതിച്ചു. ഇതാദ്യമായാണ് ലഷ്കർ എ ത്വയ്ബയുടെ പ്രധാന ചുമതല വഹിക്കുന്ന കമാൻഡർ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് തങ്ങൾക്ക് വരുത്തിയത് കനത്ത നഷ്ടമാണെന്ന് തുറന്നു സമ്മതിക്കുന്നത്. അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച റൌഫ് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണം വളരെ കടുത്തതായിരുന്നുവെന്നാണ് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്ന കെട്ടിടങ്ങളാകെ തകർന്നു വീണെന്നും അയാൾ പറഞ്ഞു. വിശ്വാസങ്ങളുടെ മറയുണ്ടാക്കി തീവ്രവാദ പരിശീലനം നടന്ന സ്ഥലങ്ങളിലാണ് ആർമി ആക്രമണം നടത്തിയത്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് നടത്തിയ ആക്രമണം കൃത്യവും വ്യക്തവുമായിരുന്നു എന്നതിന്റെ ലഷ്കർ എ ത്വയ്ബയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന സ്ഥിരീകരണമാണിത്. പാക് അധിനിവേശ കശ്മീരിലെ പാകിസ്ഥാൻ സൈന്യം സ്പോൺസർ ചെയ്യുന്ന ലോഞ്ച് പാഡുകളിൽ നിന്ന് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിലും അവരെ വിവിധയിടങ്ങളിലേക്ക് വിന്യസിക്കുന്നതിലുമെല്ലാം റൌഫ് ലഷ്കറിന്റെ ഓപ്പറേഷണൽ കമാൻഡറായി പ്രവർത്തിക്കുന്നയാളാണ്. അയാളാണിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് റൌഫ് നേതൃത്വം നൽകുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള അയാളുടെ പ്രസംഗത്തിൽ മുരിദ്കയിലുണ്ടായ കനത്ത പ്രഹരം സാധൂകരിക്കപ്പെടുകയാണ്. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ റെസിഡന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ മറപിടിച്ച് ലഷ്കർ എ ത്വയ്ബ നടത്തിയ ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. എന്നാൽ ജനുവരി 15-ന്, അതായത് ഇന്ന്, ഇന്ത്യൻ സേന ആക്രമണം നടത്തിയിടത്ത് തന്നെ പുതിയ തീവ്രവാദികളുടെ പരിശീലനം ആരംഭിച്ചതായുള്ള ആശങ്കാജനകമായ വാർത്ത പുറത്തുവരുന്നു. റൌഫ്, ഹാഫിസ് സയ്യിദിന്റെ മകൻ ഹാഫിസ് തൽഹ സയ്യിദ്, ലഷ്കറിന്റെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി, മറ്റുന്നത കമാൻഡർമാർ എന്നിവർ പുതിയ ആളുകളുടെ പരിശീലനത്തിന് തുടക്കം കുറിച്ച പരിപാടിയിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.